നമ്മൾ തമ്പനെയിൽ കണ്ടത് കണക്ക് എങ്ങനെയാണ് ഈ ക്യൂട്ട് ക്രോഷറ്റ് ഡേസി ഫ്ലവർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മളൊരു മാജിക് റിംഗ് ആണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിക്കുന്ന കണക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി, കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൽ നമുക്കിപ്പോൾ ഒരു ചെയിനും കിട്ടിയിട്ടുണ്ട്, ഒരു മാജിക് റിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഷോർട്ട് ടെയിലിനെ വലിക്കുകയാണെങ്കിൽ നമുക്ക് റിങ്ങിനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് 6 സിംഗിൾ ക്രോഷറ്റാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഹുക്ക് ആ മാജിക് റിങ്ങിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ. നമ്മുടെ ഹുക്കിന് നമുക്ക് 2 ലൂപ്പാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും സ്റ്റിച്ച് മാർക്കേഴ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സെക്കൻഡ് സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ, ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷറ്റ് നമ്മൾ മേക്ക് ചെയ്തു. ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ അഗെയിൻ, പുൾ ത്രൂ 2. നമ്മളിങ്ങനെ വീണ്ടും 3 സിംഗിൾ ക്രോഷറ്റും കൂടെ ചെയ്യാം. ടോട്ടൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, കാരണം ആദ്യത്തെ റൗണ്ടാണ്, ഒരു സ്റ്റിച്ച് പോലും മിസ്സാകാൻ വേണ്ടി പാടില്ല. മാജിക് റിങ് നമ്മൾ ക്ലോസ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ നമ്മൾ റിമൂവ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷറ്റാണത്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ നോർമലി എങ്ങനെയാണോ സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്, സെയിം അതേ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റിൻ്റെ അകത്ത് വീണ്ടും നമ്മളൊരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ നോർമലി മേക്ക് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്, ബട്ട് നമ്മൾ ഈ പാറ്റേണിൽ നമ്മൾ സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരിക്കലും വിട്ടുപോകരുത്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണത്. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻക്രീസ് സ്റ്റിച്ചാണ്. ഓരോ ചെയിനിലോട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു, നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ആ സ്റ്റിച്ചിലോട്ട് തന്നെ, മീൻസ് ആ ചെയിനിലോട്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷറ്റ് കൂടെ മേക്ക് ചെയ്യുക. അതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഒരു ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മളിപ്പം ഒരു ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് മൂവ് ചെയ്യുക. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. സെയിം സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹുക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2.
സെയിം ഈ പാറ്റേൺ ആണ് നമ്മൾ റൗണ്ട് 2-ൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ ടു. ഇൻസേർട്ട് ചെയ്യുക നമ്മുടെ ഹുക്ക് സെയിം ചെയിനിലോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ടു. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ ഒരിക്കലും അത് മാർക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മൾ റൗണ്ട് 3-ൽ മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു. രണ്ടാമത്തെ ചെയിനിലോട്ട് നമ്മൾ ഒരു ഇൻക്രീസ് ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ വരുന്നത് സിംഗിൾ ക്രോഷറ്റ്, നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു ഇൻക്രീസ് ആണ് വരുന്നത്. ഓൾറെഡി സിംഗിൾ ക്രോഷറ്റ് നമ്മൾ മേക്ക് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ചെയിനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് മേക്ക് ചെയ്യുക. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ ടു. സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ ടു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ, പുൾ ത്രൂ ടു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഈ പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ചിലായിരിക്കും ഈ റൗണ്ട് നമ്മൾ എൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നാലാമത്തെ റൗണ്ടിൽ പാറ്റേൺ വരുന്നത് സിംഗിൾ ക്രോഷറ്റ്, സിംഗിൾ ക്രോഷറ്റ്, ഇൻക്രീസ്, സിംഗിൾ ക്രോഷറ്റ്, സിംഗിൾ ക്രോഷറ്റ്, ഇൻക്രീസ്. എങ്ങനെയായിരിക്കും പാറ്റേൺ വരുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് നമ്മൾ മേക്ക് ചെയ്തു. ദെൻ രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് രണ്ടാമത്തെ സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഇൻക്രീസ് ആണ് മേക്ക് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ നമ്മൾ ഹുക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷറ്റും കൂടെ മേക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷറ്റ്, അടുത്ത ചെയിനിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ദെൻ ഒരു ഇൻക്രീസ് മേക്ക് ചെയ്യുക നെക്സ്റ്റ് ചെയിനിലോട്ട്. നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. സിംഗിൾ ക്രോഷറ്റ്, സിംഗിൾ ക്രോഷറ്റ്, ഇൻക്രീസ്.
ലാസ്റ്റ് നമ്മൾ ഇൻക്രീസിലായിരിക്കും ഈ റൗണ്ട് എൻഡ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. റൗണ്ട് 5 നമ്മൾ ഓരോ ചെയിനിലോട്ടും സിംഗിൾ ക്രോഷറ്റ് മാത്രമാണ് മേക്ക് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 24 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഒരു ഇൻക്രീസും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് സിംഗിൾ ക്രോഷറ്റ്. റൗണ്ട് 5 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. സ്റ്റിച്ച് മാർക്കേഴ്സ് റിമൂവ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യാനായിട്ട് ഹുക്ക് നമ്മൾ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മളിവിടെ യാൺ ഓവർ ചെയ്യുന്നില്ല, ആ സെയിം യാണിനെ പുൾ ത്രൂ ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുന്നത്. തന്നെ അത് ടൈറ്റൺ ചെയ്യുക. നമ്മളൊരിക്കലും മറന്നു പോകരുത്, അല്ലെങ്കിൽ നമ്മളത് ചെയിനായിട്ട് കൺസിഡർ ചെയ്യും. ചെയിൻ 1 മേക്ക് ചെയ്യുക. കുറച്ച് യാൺ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ 1 സൈഡിലുള്ള സെൻറ്റർ പാർട്ട് മാത്രമാണ് മേക്ക് ചെയ്തേക്കുന്നത്. സെയിം ഇതേ പാറ്റേൺ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സൈഡിലുള്ള സെൻറ്റർ പാർട്ടും കൂടെ മേക്ക് ചെയ്യുക. റൗണ്ട് 1 തൊട്ട് റൗണ്ട് 5 വരെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഈ 2 പാർട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോഡ് മേക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന അതേ രീതി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മേക്ക് ചെയ്തതിന് ശേഷം അത് മാറ്റുക. നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ പാർട്ട് എടുക്കുക. അതിൽ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ആ ചെറിയ ടെയിൽ വന്നിരിക്കുന്നതാണ് ബാക്ക് സൈഡ്. അത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഒരേ സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. ദെൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് മാർക്ക് ചെയ്ത് 2 സൈഡും അറ്റാച്ച്ഡ് ആയിരിക്കണം. അത് രണ്ടും ഒരേ സൈഡിലായിരിക്കണം വന്നിരിക്കുന്നത്. നമ്മുടെ ഹുക്ക് നമ്മൾ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്ത ആ സെയിം നമുക്ക് കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ആ ടെയിൽ ഇങ്ങനെ വന്നിരിക്കും. അതിൻ്റെ നടുക്കോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ടെയിൽ എൻഡൊക്കെ നമ്മളൊന്ന് ഹൈഡ് ചെയ്യുക, അകത്തോട്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീവിങ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മുടെ ഓപ്പോസിറ്റ് ബാക്കിലിരിക്കുന്ന ആ സെൻറ്റർ പാർട്ടിലെയും സെയിം നമ്മൾ ലാസ്റ്റ് എവിടെയാണോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ചത് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. ജസ്റ്റ് ഞാൻ കാണിക്കുന്ന കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ സ്ലിപ്പ് നോട്ട് മേക്ക് ചെയ്തില്ലേ, ആ വൈഡിയാണ് നമ്മുടെ ഹുക്കിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ആ 2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യണം. ആ ഷോർട്ട് ടെയിലൻ്റ് ഒന്ന് അകത്തോട്ടാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ വലിച്ച് പുറത്തോട്ടാക്കിയത്. ഇത് കറക്റ്റായിട്ടൊന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്കൊരു കുഴപ്പമില്ലാതെ ബാലൻസുള്ള പെറ്റൽസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എളുപ്പത്തിൽ. ഇനി നമ്മൾ ചെയിൻ 1 മേക്ക് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ആ ലൂപ്പിൽ കൂടെ ഒന്ന് പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ പെറ്റൽസാണ് മേക്ക് ചെയ്യുന്നത്. പെറ്റൽസ് മേക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് ഹാഫ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. അതിന് യാൺ ഓവർ ചെയ്യുക. ദെൻ ഫ്രണ്ട് പാർട്ടിലെ ചെയിനും ബാക്ക് പാർട്ടിലെ ചെയിനും ബാക്ക് പാർട്ടിലെ സെയിം ചെയിനും തമ്മിൽ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 പാർട്ടും ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ
നമ്മുടെ ഹുക്കിൽ ഇവിടെ നമുക്ക് 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു. ഇനി നമ്മൾ ആ സെയിം സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ സെയിം സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, ഫ്രണ്ടും ബാക്കിലും ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ പറ്റും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ വീണ്ടും നമുക്ക് 2 ലൂപ്പ് ബാലൻസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ആ ബാലൻസ് ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തു, ആ സെയിം സ്റ്റിച്ചിൽ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ പറ്റും. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് 3 ട്രബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാൻ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ മൊത്തം 4 ലൂപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ ഇനി നമുക്ക് 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. അഗെയിൻ നമ്മൾ സെയിം സ്റ്റിച്ചിലോട്ട് രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യാനായിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഹുക്ക് സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ബാലൻസ് 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇനി ബാലൻസ് നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. എഗെയിൻ സെയിം സ്റ്റിച്ചിൽ നമ്മൾ 3ാമത്തെ ട്രബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട്, യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചെയിനിലോട്ട് 2 ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ 2 ചെയിനിൽ കൂടെ മീൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. സെയിം സ്റ്റിച്ചിലോട്ട് വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 2, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. സെയിം സ്റ്റിച്ചിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ സെയിം സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആകുമ്പോഴത്തേക്കും ആ 3 ലൂപ്പിൽ കൂടെ നമ്മൾ അറ്റ് എ ടൈം പുൾ ത്രൂ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുക. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ. വീണ്ടും നമ്മൾ അതിന് എന്ത് ചെയ്യുക, സെയിം ലൂപ്പിന് പുൾ ത്രൂ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഒരു പെറ്റൽസ് മേക്ക് ചെയ്തു. നമുക്ക് മൊത്തം ഈ കീ ചെയിനിൽ 6 പെറ്റൽസ് ആണ് വരുന്നത്. ഈ സെയിം പാറ്റേൺ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് പാർട്ട് കണക്ട് ചെയ്യരുത്, ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ആ 3 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലോട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ബാലൻസ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. സെയിം സ്റ്റിച്ചിലോട്ട് എഗെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷറ്റും കൂടെ മേക്ക് ചെയ്യുകയാണ്. യാൺ ഓവർ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ബാലൻസ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ 3 ട്രബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. അതിന് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക.
yarn over, ബാലൻസ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക, yarn over ആൻഡ് പുൾ ത്രൂ 2. 2 പ്രാവശ്യം yarn over ചെയ്യുക, സെയിം സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ആൻഡ് പുൾ ത്രൂ, yarn over, pull through 2, yarn over, pull through 2 and yarn over, pull through 2. സെയിം സ്റ്റിച്ചിലോട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക, yarn over, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ആൻഡ് പുൾ ത്രൂ, yarn over, pull through 2, yarn over and pull through 2. സെയിം ആ സ്റ്റിച്ചിലോട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക, ഇൻസേർട്ട്, yarn over and pull through, yarn over and pull through 2, yarn over and pull through 2. ഇനി ആ സെയിം സ്റ്റിച്ചിലൂടെ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻസേർട്ട് ചെയ്യുക, ഓൾ 3 ലൂപ്സിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ, ആ സെയിം ലൂപ്പ് വീണ്ടും പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ഈ പാറ്റേൺസിലാണ് നമ്മൾ പെറ്റൽസ് മേക്ക് ചെയ്യുന്നത്. ടോട്ടലി ഞാൻ 5 പെറ്റൽസ് മേക്ക് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ സ്റ്റിഫിങ്സ് ചെയ്യാനായിട്ട് 6ാമത്തെ പെറ്റൽസിന് അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. സ്റ്റിഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 6ാമത്തെ പെറ്റൽസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഫസ്റ്റ് പെറ്റൽ എങ്ങനെയാണോ ചെയ്തത് അത് നോക്കി നിങ്ങൾക്ക് ബാക്കി പെറ്റൽസ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മൊത്തം 5 പെറ്റൽസ് മേക്ക് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ പെറ്റൽസിൻ്റെ അവിടെ ഞാൻ മേക്ക് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ അനുസരിച്ച് എന്ത് ചെയ്യുക, ഓവർ സ്റ്റിഫ് ചെയ്യാതെ മനസ്സിലാക്കി ആ ഷേപ്പ് മനസ്സിലാക്കി നമ്മൾ സ്റ്റിഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ബാലൻസ് ഉള്ള പെറ്റൽസ് ചെയ്തത് അതേ കണക്ക് തന്നെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് പെറ്റൽസ് മേക്ക് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, yarn over and pull through, സെയിം ആ ലൂപ്പ് ഒന്നും കൂടെ പുൾ ത്രൂ ചെയ്യുക, എന്നിട്ട് ടൈറ്റൺ ചെയ്യുക, ചെയിൻ 1 മേക്ക് ചെയ്തിട്ട് ഫാസ്റ്റൻ ഓഫ് ചെയ്യുക. നമ്മൾ ലാസ്റ്റായിട്ട് ലീഫാണ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ യാൻ എടുത്തിട്ട് സ്ലിപ്പിനോട് മേക്ക് ചെയ്യുക. ലീഫ് മേക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ 10 ചെയിൻസ് ആണ് മേക്ക് ചെയ്യുന്നത്. അതിന് ആദ്യം യാൺ ഓവർ ചെയ്യുക, ആ ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ. യാൺ ഓവർ അഗെയിൻ, ആ ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, സെക്കൻഡ് ചെയിൻ. ഇങ്ങനെ നമ്മൾ ബാലൻസ് 8 ചെയിൻസ് മേക്ക് ചെയ്യുക. ടോട്ടൽ 10 ചെയിൻസ് മേക്ക് ചെയ്യുക. ചെയിൻസ് മേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹുക്കിൻ്റെ അടുത്തുള്ള ചെയിൻ, താഴെയുള്ള ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ ചെയ്യുക. നമ്മൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ, ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്തത് മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് ചെയിനിലോട്ട് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഹുക്ക് ആ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ,
പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. ആ 3 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യാം. ഇനി ബാലൻസ് 5 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യറ്റ് വീതം വെച്ച് മേക്ക് ചെയ്യുക. യാൺ ഓവർ. നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമുക്ക് ബാലൻസ് 2 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. ബാലൻസ് ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. ഇനി നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2, യാൺ ഓവർ. നെക്സ്റ്റ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ 2. നമ്മൾ 3 ഡബിൾ ക്രോഷ്യറ്റ് ചെയ്തു. ഇനി ബാക്കി 2 ചെയിനിൽ കൂടെ ഡബിൾ ക്രോഷ്യറ്റ് ഓരോ ഡബിൾ ക്രോഷ്യറ്റ് വീതം വെച്ച് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ. ആ 3 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ. ആ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് സൈഡിലോട്ടായിരിക്കും. ബാക്ക് സൈഡിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ചെയിൻ മേക്ക് ചെയ്യുക. 1 ചെയിൻ മേക്ക് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. ഫസ്റ്റ് ചെയിൻ മേക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ സിംഗിൾ ക്രോഷ്യ ആ സെയിം സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിംഗിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. ആ ഹോൾ വേണമെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ ഹോള് ക്ലോസ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് ചെയിൻ്റെ അകത്തോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. നമ്മൾ ടെയിലിൻ്റെ ഒന്ന് ഹൈഡാക്കി കൊടുക്കുക. നമുക്ക് വീവിൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ദെൻ യാൺ ഓവർ, പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കാണാൻ വേണ്ടി പറ്റും. യാൺ ഓവർ. എല്ലാ ലൂപ്പിലും നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. നമ്മൾ നേരത്തെ ഏത് പാറ്റേൺ ആണോ ചെയ്തത് ആ സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബാക്കി ഇനി നെക്സ്റ്റ് 5 ചെയിനിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യറ്റ് വീതം വെച്ച് ചെയ്യുകയാണ്. നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ. നമ്മുടെ ഹുക്കിലുള്ള 3 ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുക. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ചെയിൻ കാണാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സിൻ്റെ അവിടെ ആയിരിക്കും സിംഗിൾ ക്രോഷ്യറ്റ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ. ബാലൻസ് 2 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക? പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മുടെ സ്റ്റിച്ച് മാർക്കേഴ്സ് റിമൂവ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് മേക്ക് ചെയ്യുക. നമ്മുടെ ഹുക്ക് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഏത് ലൂപ്പാണോ പുൾ ത്രൂ ചെയ്ത് ആ സെയിം ലൂപ്പ് തന്നെ ഒന്നും കൂടെ പുൾ ത്രൂ ചെയ്യുക. അതായത് നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് ചെയിൻ 1 ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ ക്രോഷ്യറ്റ് വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ബൈ ബൈ.